ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 54-ാമത്തെ ശ്ലോകം നോക്കാം. ഷാൺമാസികോ മൃതോ ബാല ഇതി ലോകോ വദിഷ്യതി തം ബാലം പോഷയിഷ്യാമി നിത്യമാഗത്യ തേ ഗൃഹേ. നോക്കൂ, അനുജത്തി വീണ്ടും ഉപദേശിക്കുകയാണ്. ഷാൺമാസികോ മൃതോ ബാല. ഷാൺമാസികോ 6 മാസം ആയപ്പോൾ, അതായത് എനിക്ക് ഒരു ഉണ്ണി പിറന്നിട്ട് അത് 6 മാസമായപ്പോൾ, മൃതോ ബാല ആ ഉണ്ണി മരിച്ചുപോയി എന്ന്, ഇതി ലോകോ വദിഷ്യതി, ഇതി എന്ന ലോകോ വദിഷ്യതി ഈ ലോകത്തിനോട് ഞാൻ വദിഷ്യതി പറഞ്ഞുകൊള്ളാം. തം ബാലം പോഷയിഷ്യാമി. തം ആ ഉണ്ണിയെ, ബാലം ആ ഉണ്ണിയെ, പോഷയിഷ്യാമി നീ കൊണ്ടുപോയി നന്നായിട്ട് അതിനെ വളർത്തിക്കൊള്ളുക, പോഷിപ്പിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ പരിചരിച്ചു കൊള്ളുക. നിത്യമാഗത്യ തേ ഗൃഹേ. നിത്യമാഗത്യ, നിത്യം ആഗത്യ എന്നും വന്നുകൊള്ളാം. തേ ഗൃഹേ നിന്റെ ഗൃഹത്തിൽ, നിന്റെ വീട്ടിൽ ഞാൻ എന്നും വന്ന് ആ ഉണ്ണിയെ കണ്ടുകൊള്ളാം. നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ അരികത്ത് നിന്ന് ഞാൻ ആ ഉണ്ണിയെ നിനക്ക് തരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ ഒന്ന് കാണണം. എനിക്കെന്നും വന്നൊന്ന് കാണണം. എൻ്റെ ഉണ്ണിയായതുകൊണ്ട് എനിക്ക് എന്നും വന്ന് കാണാം, ഞാൻ വന്ന് കണ്ടുകൊള്ളാം. നീ നിൻ്റെ ഉണ്ണിയായി കണ്ടുകൊണ്ട് ആ ഉണ്ണിയെ അങ്ങോട്ട് വളർത്തിക്കോളൂ. അപ്പോൾ നാട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് ചോദ്യം വരും, ഞാൻ ഗർഭിണിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? എൻ്റെ ഉണ്ണി 6 മാസം ജീവിച്ചു, അത് കഴിഞ്ഞ് മരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞുകൊള്ളാം. ആ ഉണ്ണിയെ നീ വളർത്തിക്കൊള്ളുക. നോക്കൂ, എത്രമാത്രം ക്രൂരമായിട്ടാണ് ഒരു മാതൃഹൃദയം ചിന്തിക്കുന്നത്. തൻ്റെ ഉണ്ണിയെ മരിച്ചുപോയി എന്ന് മറ്റുള്ളവരോട് പറഞ്ഞുകൊള്ളാമെന്ന്. നുണ പറയുകയാണെങ്കിൽ പോലും തൻ്റെ ഉണ്ണിയുടെ മൃത്യു എന്നൊരു വാക്കിനെക്കുറിച്ച് ശബ്ദിക്കുവാൻ പോലും ഒരു ശരിയായ മാതൃഹൃദയത്തിന് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഇവിടെ ഒരു കൂസലുമില്ലാതെ പറയുകയാണ്, അതും തൻ്റെ ഉണ്ണി വയറ്റിൽ കിടക്കുന്നതേയുള്ളൂ. അപ്പോൾ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ലോകരോട് പറഞ്ഞുകൊള്ളാം, നിങ്ങൾ വളർത്തിക്കോളൂ, ഞാൻ എന്നും വന്ന് ഇവിടെ വന്ന് കണ്ടുകൊള്ളാമെന്ന്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഷാൺമാസികോ മൃതോ ബാല ഇതി ലോകോ വദിഷ്യതി തം ബാലം പോഷയിഷ്യാമി നിത്യമാഗത്യ തേ ഗൃഹേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിത്യമാഗത്യ, നിത്യം ആഗത്യാണ്. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി വീണ്ടും കഴിഞ്ഞില്ല, അവിടെ ആ ഒരു ഉപദേശം അനുജത്തിയുടെ പറയുകയാണ്. ഫലമർപ്പയ തേൻവൈ ത്വം പരീക്ഷാർത്ഥം തു സാമ്പ്രതം തത്തഥാചരിതം സർവം തഥൈവ സ്ത്രീ സ്വഭാവത. ഇനിയും വീണ്ടും ഉപദേശം കൊടുക്കുകയാണ്. ഫലമർപ്പയ തേൻവൈ ത്വം പരീക്ഷാർത്ഥം തു സാമ്പ്രതം. അപ്പോൾ ഇവിടെ ഫലം ഭക്ഷിച്ചു എന്നാണല്ലോ ആത്മദേവനോട് പറഞ്ഞത്. ഇനി ആ ധുന്ധുലിയോട് പറയാം, ഭക്ഷിച്ചിട്ടില്ലാത്ത ആ പഴം ഫലമർപ്പയ തേൻവൈ, ആ ഫലം എടുത്തിട്ട് ആർക്ക് കൊടുക്കണം? ധേനു, പശുവിന് കൊണ്ട് കൊടുക്കുക. നിൻ്റെ വീട്ടിലെ ആ പശുവിന് കൊണ്ട് കൊടുക്കുക. ത്വം എന്തിനാ? നീ പരീക്ഷാർത്ഥം തു സാമ്പ്രതം, പരീക്ഷാർത്ഥം ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. ഈ ഫലം കഴിച്ചാൽ ഗർഭം ഉണ്ടാകുമോ എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നീ അത് കൊണ്ടുപോയി ആ പശുവിന്, നിൻ്റെ വീട്ടിലെ പശുവിന് കൊണ്ട് കൊടുക്കുക. എന്നിട്ട് പറയാ, തഥാചരിതം സർവം തഥൈവ സ്ത്രീ സ്വഭാവത. തഥാചരിതം, തഥാചരിതം അവൾ എപ്രകാരമാണോ പറഞ്ഞു കൊടുത്തത്, ആ അനിയത്തി പറഞ്ഞതുപോലെ തന്നെ ആ ജ്യേഷ്ഠ സഹോദരി വന്ന് ആ പഴമെടുത്ത് ആ പശുവിന് കൊണ്ട് കൊടുത്തു. പശു ഗർഭം ധരിക്കുമോ എന്നറിയണമല്ലോ. തഥാ ആചരിതം സർവം തഥൈവ, എല്ലാം അപ്രകാരം തന്നെയാണ്. എങ്ങനെ? സ്ത്രീ സ്വഭാവത. ഇവിടെ നോക്കൂ, വ്യാസഭഗവാൻ പറയാണ്, സ്ത്രീകളുടെ സഹജമായിട്ടുള്ള ഒരു ദോഷബുദ്ധിയാണ് അത്ര ഇത്. ഇങ്ങനെ ഏതൊരു കള്ളത്തെയും പൊതിഞ്ഞ് അതിനെ ശരിയാക്കി മാറ്റുവാനുള്ള ഒരു വ്യഗ്രത സ്ത്രീ സ്വഭാവത്തിൽ സഹജമായിട്ടുള്ളതാണ്
ഇവിടെ അത് തന്നെയാണ് അനുജത്തി ഉപദേശിച്ചതും ജ്യേഷ്ഠ സഹോദരി അനുവർത്തിച്ചതും. കാരണം ഇവിടെ രണ്ടുപേരും പരീക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്തിനെ? തൻ്റെ പതിയായിട്ടുള്ള ആത്മദേവന് ആ യതി കൊടുത്ത ഫലം ശരിക്കും ഗർഭമുണ്ടാക്കുന്നതാണോ എന്നറിയണമല്ലോ. അതുകൊണ്ട് അത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നേരെ പശുവിന് കൊണ്ടു കൊടുക്കുക. നല്ലൊരു ഉണ്ണി ഉണ്ടാകുമെന്ന സൽബുദ്ധിയോടുകൂടി കൊടുത്ത ആ പഴത്തെ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുകയും കൂടി ചെയ്തു. തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വിപരീതമാകുമോ താൻ ഗർഭം ധരിച്ചാൽ, അതിന് ദോഷം സംഭവിക്കുമോ എന്ന് കരുതി ആ ഫലത്തെ തന്നെ കഴിക്കാതെ അങ്ങോട്ട് മാറ്റി. അത് ആദ്യത്തെ തെറ്റ്. അതിനുശേഷം അതിനെ പൊതിയുന്നതിന് വേണ്ടി, അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി മറ്റുള്ള തെറ്റായ മാർഗങ്ങളിലേക്ക് പോവുക. മൂന്നാമതായി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് സജ്ജനങ്ങളുടെ വാക്കിനെ സംശയിക്കുക എന്നുള്ളതാണ്. അവരൊരിക്കലും ഈ ലോകത്തിന് ദോഷമാവുന്നതൊന്നും തന്നെ പറയുകയില്ല, ചെയ്യുകയുമില്ല. പക്ഷെ അവരുടെയും വാക്കുകളെ സംശയിക്കുന്ന വിധത്തിൽ ഇവിടെ ഈ ധുന്ധുലിയും സഹോദരിയും വർത്തിക്കുകയാണ്. നോക്കൂ, തൻ്റെ ഉള്ളിലെ ആ ദുഷ്ടത താൻ മറ്റുള്ളവരിലും ആരോപിക്കപ്പെടുന്നു, താൻ അറിയാതെ തന്നെ തൻ്റെ വാക്കുകളിലൂടെ, തൻ്റെ ചിന്തകളിലൂടെ. കാരണം തൻ്റെ ഉള്ളിൽ കള്ളമുള്ളത് കൊണ്ട് തന്നെ തൻ്റെ ചുറ്റിനുമുള്ളവരിലും അതുമാത്രമേ കാണുവാൻ കഴിയുള്ളൂ. അവരുടെ ചിത്തം, അവരുടെ ചിന്തകൾ, അവരുടെ വഴികൾ ശരിയായിരുന്നാൽ പോലും തൻ്റെ ഉള്ളിലെ ഭാവമാണ് താൻ അവരിലും കാണുന്നത്. സജ്ജനങ്ങൾ തങ്ങളുടെ ഉള്ളിൽ നന്മയുള്ളത് കൊണ്ട് മറ്റുള്ളവരിലും നന്മ കാണാൻ ശ്രമിക്കുന്നു. ഈ ലോകത്ത് തന്നെ നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നു. നന്മ കാണാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ ചുറ്റിനും ദോഷമുണ്ടെങ്കിൽ പോലും ആ ദോഷത്തെ കാണുവാൻ തൻ്റെ കണ്ണുകളെ അനുവദിക്കാതെ അവരിലെ നന്മയെ കാണാൻ സജ്ജനങ്ങൾ ശ്രമിക്കുമ്പോൾ ദോഷബുദ്ധികൾ, തൻ്റെ ഉള്ളിലെ ദോഷബുദ്ധിയെ തന്നെ തൻ്റെ ചുറ്റിനുമുള്ളവരിലും തൻ്റെ ചുറ്റിനുമുള്ള ലോകത്തിലും കാണുന്നു. ഇതാണ് സജ്ജനങ്ങളും ഇങ്ങനെയുള്ള ദുർബുദ്ധികളും തമ്മിലുള്ള ഭേദം. നമ്മുടെ ഈ ലോകം മുഴുവനും ഒക്കെ തന്നെയും ദോഷവും ഗുണങ്ങളും നിറഞ്ഞവയാണ്. പക്ഷെ സജ്ജനങ്ങൾ ദോഷം കാണില്ല, ഗുണങ്ങൾ മാത്രം കാണാൻ ശ്രമിക്കുന്നു. ആ ഗുണത്തെ ഒന്നുകൂടി പരിപോഷിപ്പിച്ച് ലോകത്തിന് ഗുണപ്രദമായി മാറ്റുവാൻ ജനങ്ങളിലേക്ക് അവർ വേണ്ട രീതിയിൽ സദ്ചിന്തകൾ, സതുപദേശം നൽകി അവർ മാതൃകയാവുന്നു. ലോകത്തിന് തന്നെ ഉപകാരികളായി മാറുന്നു സജ്ജനങ്ങൾ. ദുഷ്ടബുദ്ധികളാവട്ടെ തൻ്റെ വഴികളും തൻ്റെ ചിന്തകളും ശരിയല്ലാത്തതുകൊണ്ട് തൻ്റെ ചുറ്റിനുമുള്ളവരിലും കാണുന്നതും ആരോപിക്കുന്നതും അത് തന്നെയായി മാറുന്നു. അവർക്കൊരിക്കലും മറ്റുള്ളവരിൽ നന്മ കാണാൻ കഴിയുകയില്ല. കാരണം തൻ്റെ ഉള്ളിൽ പ്രബലമായിട്ടുള്ളത് ഈ ദോഷവിചാരങ്ങളാണ്. നമ്മുടെ ഈ ഉള്ളിലെ വികാരം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ വാസന ഏത് തരത്തിലുള്ളതാണോ പ്രബലമായിട്ടുള്ളത്, അതാവും നമ്മളെ നമ്മളാക്കുന്നത്. അഥവാ നമ്മളെ മറ്റുള്ള ഈ ലോകം കാണുന്നത് നമ്മുടെ ഉള്ളിലെ പ്രബലമായിട്ടുള്ള വാസനയുടെ പ്രതിഫലനമായിട്ടാണ്. കാരണം നമ്മളിൽ നിന്ന് അതുമാത്രമേ പുറത്തേക്ക് ഒഴുകുകയുള്ളൂ. ഇവിടെ അന്നും ഇന്നും ലോകത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. ലോകത്തിലെ പലതരത്തിലുള്ള ജനങ്ങളുണ്ടാവാം. എന്നാൽ ചില സജ്ജനങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാം, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ചിലപ്പോൾ അരുതാത്ത വാക്കുകൾ വന്നു പോകാം. അപ്പോഴും അവർക്കും അതിൻ്റെ പിന്നിൽ ആ ദോഷവാക്കുകൾക്ക് പിന്നിലും ഒരു സതുദ്ദേശം ഉണ്ടായിരുന്നു എന്ന് കാണാം. അതിനുദാഹരണമാണ് രാമായണത്തിൽ സീതാദേവി ആ മരീചൻ വന്ന് ശ്രീരാമചന്ദ്ര ഭഗവാനെ അകറ്റുമ്പോൾ ലക്ഷ്മണ ഭഗവാനോട് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അതേ ശബ്ദത്തിലെ രോദനം കേൾക്കുമ്പോൾ പോയി നോക്കാൻ പറയുന്നുണ്ട്. അവിടെ ലക്ഷ്മണകുമാരൻ അവിടെ ഒരിക്കലും അങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാൻ അങ്ങനെയൊരു ആപത്തിൽ പെടുകയില്ല. ഇതാ മാരീചൻ്റെ ദുഷ്ടരാക്ഷസന്മാരുടെ
മായയാണ് എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോൾ സീതാദേവിക്ക് തൻ്റെ പതിയുടെ രക്ഷ മാത്രമായിരുന്നു അവിടെ മുൻപിലുണ്ടായിരുന്നത്. അപ്പോൾ ഉദ്ദേശ്യം നല്ലതായിരുന്നു. അതിനു വേണ്ടിയിട്ട് ലക്ഷ്മണകുമാരനോട് അരുതാത്ത വാക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഉദ്ദേശ്യശുദ്ധി എന്നൊന്നുണ്ടായിരുന്നു. ഇവിടെ അതല്ല നമ്മൾ കാണുന്നത്. ഇവിടെ ഉദ്ദേശ്യശുദ്ധിയുമില്ല, കർമ്മശുദ്ധിയുമില്ല. തൻ്റെ ഉള്ളിലെ വാസനകൾ മുഴുവൻ തന്നെയും എല്ലാ കാലത്തും എന്നും, ധുന്ധുലിയുടെ കാര്യം നമ്മളിപ്പോൾ പല ശ്ലോകങ്ങളിലൂടെ നോക്കിയാൽ ഇതിപ്പോൾ ധുന്ധുലിയുടെ മാത്രമല്ല, സഹോദരിയുടെയും സഹോദരി ഭർത്താവിൻ്റെയും വാസന ഒരേ തലത്തിലുള്ളതാണ് എന്ന് നമുക്ക് കാണാം. ആ ഒരു പൂർവജന്മ കർമ്മവാസനകളുടെ പ്രാബല്യം ഇപ്പോഴും ആ വാസനകളാണ് ഇതുപോലെയുള്ള പ്രവർത്തികളിലേക്ക്, അധർമ്മ പ്രവർത്തികളിലേക്ക് ഇവരെ നയിക്കുന്നത്. അതേസമയം ആത്മദേവൻ എന്ന ബ്രാഹ്മണനിൽ തനിക്കൊരു ഉണ്ണി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം പ്രബലമായിരുന്നു. പക്ഷെ അതിന് സ്വീകരിച്ച മാർഗം ഒരിക്കലും അധർമ്മത്തിൻ്റെതായിരുന്നില്ല. ഒരു പക്ഷെ ആ ഒരു അതിയായ ആഗ്രഹം ആ സന്യാസിയിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. തനിക്കൊരു ഉണ്ണി വേണം, എനിക്കിപ്പോൾ വിവേകമല്ല, ആ ഒരു ഉപദേശമല്ല വേണ്ടത്, എനിക്കൊരു ഉണ്ണിയാണ് വേണ്ടത് എന്ന് പറഞ്ഞൊരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും അതിന് സ്വീകരിച്ച മാർഗം ഒരിക്കലും അധാർമികമായിരുന്നില്ല. പക്ഷെ ഇവിടെ ഇവരുടെ ഉള്ളിലെ വാസന നോക്കൂ. അപ്പോൾ ജനിച്ച കുലമല്ല ധാർമ്മികതയും അധാർമികതയും നിർണയിക്കുന്നത്. ഒരേ കുലത്തിൽ ജനിച്ചിട്ടും അവരുടെയൊക്കെ പ്രാരബ്ധങ്ങൾ, അവരുടെയൊക്കെ ആ ഒരു സഞ്ചിത കർമ്മങ്ങളുടെ വാസനകൾ അവരെ കൊണ്ട് ഇത്രയും ശ്രേഷ്ഠമായ ഒരു ജന്മം കിട്ടിയിട്ടും അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് മുഴുവൻ അധാർമികതയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഫലമർപ്പയഥേൻവൈത്വം പരീക്ഷാർത്ഥം തു സാമ്പ്രതം തത്തഥാചരിതം സർവം തഥൈവ സ്ത്രീ സ്വഭാവത. അവിടെ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫലമർപ്പയ, ഫലം അർപ്പയാണ്, അതുകൊണ്ട് മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. പിന്നെ അടുത്തത് തഥാചരിതം, ആചരിതമാണ്, ആചരിച്ചു, ആ പറഞ്ഞതുപോലെ തന്നെ അത് ചെയ്തു. പിന്നെ സ്ത്രീ സ്വഭാവത, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. പിന്നെ ഇനി അടുത്തത് 56-ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ ഇത്രയൊക്കെ എല്ലാം നമ്മൾ പറയും വെൽ പ്ലാൻഡായി അല്ലേ, എല്ലാം വളരെ ഭംഗിയായിട്ട് ആസൂത്രണം ചെയ്തു. ഇനി എന്താണ് ചെയ്തത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അഥ കാലേന സാ നാരീ പ്രസൂതാ ബാലകം തദാ ആനീയ ജനകോ ബാലം രഹസ്യേ ധുന്ധുലീം ദദൗ. അഥ കാലേന സാ നാരീ, അഥ അനന്തരം, കാലേന സമയമെടുത്തപ്പോൾ, സാ നാരി അവൾ, ആ അനുജത്തി, പ്രസൂത ബാലകം തഥാ, പ്രസൂത പ്രസവിച്ചു, ബാലകം തഥാ ഒരു ഉണ്ണിയെ, ഒരു ആൺകുഞ്ഞിനെ, ബാലകം ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. എന്നിട്ടോ ആനീയ ജനകോപാലം, അപ്പോൾ ഈ ആൺകുഞ്ഞിനെ പ്രസവിച്ച് ഒരു 6 മാസക്കാലം മുൻപ് എപ്രകാരമായിരുന്നോ എല്ലാം പദ്ധതിയിട്ടിരുന്നത്, പ്ലാൻ ചെയ്തിരുന്നത്, അതേപോലെ 6 മാസക്കാലം തൻ്റെ ഗൃഹത്തിൽ തന്നെ ആ ഉണ്ണിയെ വളർത്തി. അതിനുശേഷം ആനീയ ജനകോപാലം, ആനീയ കൊണ്ടുവന്നു, ജനകോ ജനകൻ എന്ന് പറഞ്ഞാൽ പിതാവ്, ആ സഹോദരി ഭർത്താവ്, ബാലം ആ ഉണ്ണിയെ കൊണ്ടുവന്നു. ഇവിടെ രഹസ്യേ ധുന്ധുലീം ദദൗ, രഹസ്യേ വളരെ പരമരഹസ്യമായിട്ട് ആരും അറിയാതെ ആ ഉണ്ണിയെ ഇവിടെ ധുന്ധുലിയുടെ ഗൃഹത്തിലേക്ക് ദദൗ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അതുവരെ ധുന്ധുലി പ്രസവിച്ചിട്ടില്ല, എന്നാൽ ഗർഭിണിയാണെന്ന് നടിച്ച് ഗൃഹത്തിനുള്ളിൽ അങ്ങനെ വളരെ ഒതുങ്ങി അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ ഈ ആത്മദേവൻ എന്ന ബ്രാഹ്മണന് തൻ്റെ പത്നി ഗർഭിണിയായെന്നറിഞ്ഞതിലുള്ള സന്തോഷത്തിൽ ഇരിക്കുകയാണ്. ഒരിക്കലും ഈ തൻ്റെ ധർമ്മപത്നി ഇങ്ങനെയൊരു കളവ്, ഒരു ചതി തന്നോട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് ഇവിടെ സഹോദരി പ്രസവിക്കുകയും ചെയ്തു. അവിടെ നിന്നും ആ ഉണ്ണിയെ 6 മാസം തൻ്റെ ഗൃഹത്തിൽ വളർത്തി
അതിനുശേഷം ആരും അറിയാതെ ആ ഉണ്ണിയെ സഹോദരി ഭർത്താവ് കൊണ്ടുവന്ന് ധുന്ധുലിയുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. മുൻപ് കൈപ്പറ്റിയ പണത്തിനുള്ള നന്ദി പ്രകടനം. നോക്കൂ, അധപ്പതിച്ച മനസ്സുകൾ എന്ത് അധാർമികതയും പ്രവർത്തിക്കും. പണമാണ് വലുതെന്ന് കരുതുന്നവർക്ക് പണത്തിനു വേണ്ടി എന്ത് അധാർമികതയും പ്രവർത്തിക്കുവാൻ മടിയുണ്ടാവുകയില്ല. എന്ത് ചെയ്തും ആരെ ചതിച്ചും പണമുണ്ടാക്കി പണ്ടൊരു കവിത ഒരു ഇതിൽ പറഞ്ഞതുപോലെ, ഒരു കവി പാടിയതുപോലെ, നാണം കെട്ടും പണമുണ്ടാക്കിയിടിൽ നാണക്കേടപ്പണം തീർത്തുകൊള്ളും എന്ന് കരുതി ജീവിക്കുന്ന ഒരു കൂട്ടര് അന്നും ഇന്നും ലോകത്തിൻ്റെ ശാപമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ സ്വന്തം ഉണ്ണിയെ വിറ്റ് പൈസയുണ്ടാക്കിയിട്ട് ആ പൈസയ്ക്ക് പ്രത്യുപകാരം എന്നോണം ഉണ്ണിയെ കൊണ്ട് കൊടുത്ത് പണക്കാരനായി വാഴുക. അധപ്പതിച്ച ജന്മം, ദുഷ്ടജന്മം എന്നൊക്കെയല്ലാതെ എന്താ പറയുക? ജന്മം കൊടുത്ത അച്ഛനും അമ്മയും കൂടി ചേർന്ന് ആ ഉണ്ണിയെ വിൽക്കുക പണത്തിന് വേണ്ടിയിട്ട്. കാലത്തിൻ്റെ വഴിതെറ്റിയ പോക്കിൽ ഇതുപോലെയുള്ള ജന്മങ്ങളാണ് ലോകത്ത് അധാർമികരെയും അധാർമികതയും വളർത്തുന്നത്. അത് എല്ലാ കുലത്തിലുമുണ്ടെന്നർത്ഥം. എല്ലാ സൃഷ്ടികളിലും ഇങ്ങനെയുള്ള അധാർമിക ജന്മങ്ങളുണ്ടെന്നർത്ഥം. ശപിക്കപ്പെട്ട ജന്മങ്ങൾ. ഒരു ലോകത്ത് ധർമ്മം നിലനിർത്താൻ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളവരായിട്ടുള്ള ആ ഉത്തരവാദിത്വം ലോകത്തിന് ചിന്തകൾ പകർന്നു കൊടുക്കേണ്ടവരാണ് ബ്രാഹ്മണർ. അതുകൊണ്ടാണ് അവർക്ക് അധ്യാപനം അവർക്കൊരു തൊഴിലായി വിധിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടവർ തന്നെ അധാർമികത ലോകത്ത് വളർത്തുന്നതിന് വളമായി മാറുകയും സ്വയം അധർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദയനീയ കാഴ്ചയാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കാണുന്നത്. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ? മനുഷ്യൻ്റെ ബുദ്ധി നേരായ വഴിക്കല്ല എങ്കിൽ കാലം ലോകത്തെ നേരായ വഴിയിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുന്നതിന് പ്രേരിപ്പിക്കും. കാരണം അധർമ്മം അതിൻ്റെ മൂർധന്യതയിൽ എത്തുമ്പോൾ അവിടെ നിന്നുമുള്ള ഒരു പതനം, അത് സർവനാശത്തിലേക്കാണെന്ന് അറിയാതെയാണ് ഈ അധർമ്മികളൊക്കെ അധർമ്മം ചെയ്യുന്നത്. പക്ഷെ അതങ്ങനെ ഒന്നിൽ നിന്നും രണ്ടായി, രണ്ടിൽ നിന്നും മൂന്നായി, അങ്ങനെ തെറ്റുകളുടെ മേൽക്കുമേൽ തെറ്റുകൾ ചെയ്ത് ഒരു പർവ്വതത്തോളം അത് വളർന്നു കഴിയുമ്പോൾ അവിടെ നിന്നുമുള്ള പതനം അത് വളരെ ഭീകരമായിരിക്കും. പർവ്വതത്തിൻ്റെ ഉയരം കൂടുന്തോറും അതിൽ നിന്നുള്ള വീഴ്ചയ്ക്ക് പതനത്തിനാക്കം കൂടും. ഇവിടെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കുള്ള പോക്കാണ്. എന്തിന്? സർവനാശം വിളിച്ചു വരുത്തുന്നതിന്. തൻ്റെ തന്നെ അതിദയനീയമായ പതനത്തിലേക്ക് സ്വയം കാൽ വെച്ച് നടന്നു കയറുകയാണ് ഇവിടെ ധുന്ധുലിയും സഹോദരി ഭർത്താവും. അത് നമുക്ക് ഈ കഥ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. ആ ശ്ലോകം നമുക്കൊന്നുകൂടി നോക്കാം. അഥ കാലേന സാ നാരീ പ്രസൂതാ ബാലകം തദാ ആനീയ ജനകോ ബാലം രഹസ്യേ ധുന്ധുലീം ദദൗ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൊതുവെ എളുപ്പമുള്ള ശ്ലോകം തന്നെയാണ്. അതിൽ വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല, എല്ലാം എളുപ്പമുള്ളത് തന്നെയാണ്. ഇനിയും 57ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.